प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ സിന്ദഗി കാ സഫർ എന്ന പാഠത്തിലെ ഹൈക്കു കവിതകളാണ് പഠിക്കുന്നത്. 3 ഹൈക്കു കവിതകളാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഹൈക്കു എന്ന വാക്ക് ഒരുപക്ഷെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ കേട്ടിട്ട് കാണും. ജാപ്പനീസ് കവിതകളുടെ ഒരു ചെറിയ രൂപമാണിത്. ആകെ 3 ലൈനാണ് ഹൈക്കു കവിതയിലുള്ളത്. അവയിൽ 1ാമത്തെ ലൈനിൽ 5 അക്ഷരവും 2ാമത്തെ ലൈനിൽ 7 അക്ഷരവും 3ാമത്തെ ലൈനിൽ 5 അക്ഷരവും ഈ ക്രമത്തിലാണ് കവിതയിലെ അക്ഷരങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. കുറഞ്ഞ വാക്കുകളിൽ വളരെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ കവിതകളുടെ പ്രത്യേകത. അവ ജീവിതത്തിലെ പ്രത്യേക സന്ദർഭങ്ങളെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ ഉള്ളവയായിരിക്കും. ശ്രോതാക്കളിൽ ഒരു കൗതുകം അല്ലെങ്കിൽ ആകാംക്ഷ ഉളവാക്കുന്ന ആശയം അതിലുണ്ടായിരിക്കും. നമുക്ക് പഠിക്കാനുള്ള ഹൈക്കു കവിതകൾ എഴുതിയിരിക്കുന്നത് 3 കവികളാണ്. ആദ്യത്തെ ആള് ഡോക്ടർ സുരംഗമ യാദവാണ്. അവരെക്കുറിച്ച് പാഠപുസ്തകത്തിലെ 15ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവർ ജനിച്ചിരിക്കുന്നത് 1970 ജൂൺ 19 തീയതിയാണ്. डॉक्टर सुरंगमा यादव का जन्म उत्तर प्रदेश में हुआ. यादव के पंछी, भाव प्रकोष्ठ, गायकी सदी आदि उनके प्रसिद्ध हाइकू संग्रह है. रामधारी सिंह दिनकर पुरस्कार से वे सम्मानित है. ഡോക്ടർ സുരംഗമ യാദവ് ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. യാദവ് കെ പഞ്ചി, ഭാവപ്രഘോഷ്ഠ, ഗായകി സതി എന്നിവ അവരുടെ വളരെ പ്രസിദ്ധങ്ങളായ ഹൈക്കു കവിതാ സംഗ്രഹങ്ങളാണ്. രാംധാരി സിംഗ് ദിനകർ പുരസ്കാർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2ാമത്തെ ഹൈക്കു കവിത എഴുതിയിരിക്കുന്ന ആള് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ്. അദ്ദേഹത്തിന്റെ ജനനം 1932 ഡിസംബർ 4 തീയതി. डॉक्टर गोपाल बाबू शर्मा का जन्म उत्तर प्रदेश के अलीगढ़ में हुआ. वे श्री वारणोय पोस्ट ग्रेजुएट कॉलेज अलीगढ़ के हिंदी विभाग में रीडर थे. सरहदों ने जब पुकारा, मोती कच्चे धागे में, काफिले रोशनी के, महके हर सिंगार आदि उनकी प्रमुख कृतियां है. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ജനിച്ചത് ഉത്തർപ്രദേശിലെ അലിഗഡിലാണ്. അവിടെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജില്, അലിഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജില് ഹിന്ദി വിഭാഗത്തിൽ അദ്ദേഹം ലെക്ചറർ ആയിരുന്നു. सरहदों ने जब पुकारा, मोती कच्चे धागे में, काफिले रोशनी के, महके हर सिंगार എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 3ാമത്തെ ആള് കമല നിക്രുപ്പയാണ്. കമല നിക്രുപ്പ ജനിച്ചത് 1967 ഡിസംബർ 5 തീയതിയാണ്. കമല നിക്രുപ്പ കാ ജന്മ ഉത്തരാഖണ്ഡ് മേ ഹുവ. ജനിച്ചത് ഉത്തരാഖണ്ഡിലാണ്. വിഭിന്ന സാഹിത്യക് പത്രപത്രികാവും തഥാ കാവ്യ സംഗ്രഹവും ഹൈക്കു, സംസ്മരൺ, കവിതായേം ആദി പ്രകാശിത് ഹെ. പല സാഹിത്യ മാസികകളിലും അവര് ഹൈക്കു, ഓർമ്മക്കുറിപ്പുകള്, മറ്റ് കവിതകള് എന്നിവ പ്രകാശനം ചെയ്തിട്ടുണ്ട്. സമ്പ്രതി കേന്ദ്രീയ വിദ്യാലയമേ പ്രാചാര്യ ഹെ. ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയയില് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നു. ഇനി നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും ഹൈക്കു കവിതകള് ഒന്ന് പഠിക്കാം. ആദ്യത്തേത് സുരംഗമ യാദവിന്റെ ഹൈക്കു കവിതയാണ്. ഞാനൊന്ന് വായിക്കാം. सूखा या बाढ़, साहब के आंगन सदा फुहार. വാക്കുകളുടെ അർത്ഥം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പേജ് നമ്പർ 15 കൊടുത്തിട്ടുണ്ട്. സൂഖ എന്ന് പറഞ്ഞാൽ വരൾച്ച, ബാഡ് എന്ന് പറഞ്ഞാൽ പ്രളയം, ഫുഹാർ എന്ന് പറഞ്ഞാൽ ചോട്ടി ബൂന്തേൽ, ചെറിയ തുള്ളികൾ എന്ന് പറഞ്ഞാൽ ഷവർ എന്ന് നമുക്ക് പറയാം. ആങ്കൻ എന്ന വാക്കിനർത്ഥം മുറ്റം.
സാഹബ് എന്ന് പറയുന്ന വാക്ക് സാർ എന്ന ശബ്ദത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനികനെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവരെയോ ആയിരിക്കാം. ഇതിൽ കവിതയുടെ ആശയത്തിലേക്ക് നമുക്ക് വരാം. സൂഖായാബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. വരൾച്ചയാകട്ടെ വെള്ളപ്പൊക്കമാകട്ടെ സാഹബിന്റെ മുറ്റത്ത് എപ്പോഴും ഷവർ ആണ്. ഈ വരികളുടെ ആശയം സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാഹബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേക അധികാരമുള്ളയാള് അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം ഉള്ളയാള് എന്ന അർത്ഥത്തിലാണ്. വിശേഷ് അധികാർ വാല. इसका अर्थ यह है कि पहली पंक्ति सूखा या बाढ़ आम जनता की स्थिति को दर्शाती है, जहां कभी सूखा होता है कभी बारिश, यानी हालत स्थिर नहीं रहते। गरीब जनता को परिस्थितियों से जूझना पड़ता है। उनके जीवन में खुशी और गम आता जाता रहता है। उनका जीवन हमेशा संघर्षरत रहता है। अर्थात अभाव से लड़ना उनके लिए रोजमर्रा के जीवन का भाग बन जाता है. മലയാളത്തിൽ ഇതിന്റെ ആശയം പറഞ്ഞാല് ആദ്യത്തെ വരി സൂചിപ്പിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാരെയാണ്. അവരുടെ ജീവിതത്തിന് ഒരു സ്ഥിരതയില്ല. ചിലപ്പോൾ വരൾച്ചയായിരിക്കാം, ചിലപ്പോൾ വെള്ളപ്പൊക്കമായിരിക്കാം. ഇവിടെ വരൾച്ച അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൃദ്ധി അല്ലെങ്കിൽ ക്ഷാമം, ഈ രണ്ട് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ ദുഃഖവും സുഖവും സ്ഥായിയായി നിൽക്കുന്നില്ല, എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അവർക്കെപ്പോഴും പരിസ്ഥിതികളോട് അല്ലെങ്കിൽ ചുറ്റുപാടുകളോട് യുദ്ധം ചെയ്താണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സംഘർഷം നിറഞ്ഞതായിരിക്കും. എന്നാൽ സാഹബ് കെ അംഗൻ, സാഹബ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേക അധികാരമുള്ള വ്യക്തി അല്ലെങ്കിൽ പണക്കാരൻ, സമൂഹത്തിൽ സ്ഥാനമുള്ള വ്യക്തി, അങ്ങനെയുള്ളവർക്ക് അവരുടെ മുറ്റത്ത് എപ്പോഴും എന്തായിരിക്കും? അവരുടെ മുറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കും അവരുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്? ബാഹ്യമായ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, വെള്ളപ്പൊക്കമാകട്ടെ വരൾച്ചയാകട്ടെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നല്ല കാലം വന്നാലും അവരെ സംബന്ധിച്ച് ഇത് രണ്ടും അധികമായിട്ട് ബാധിക്കുന്നില്ല. അവരുടെ മുറ്റം എപ്പോഴും, അവരുടെ മുറ്റത്ത് എപ്പോഴും വലിയ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വരൾച്ചയോ ഉള്ള സ്ഥിതിയല്ല ഉള്ളത്, മറിച്ച് ഒരു എന്താണ് ഷവർ പെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഷവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ സുഖപ്രദമായ ഒരു രീതിയിലാണ് ഷവറിൽ നിന്ന് വെള്ളം വരുന്നത്, അല്ലേ? അപ്പൊ അത് ആ വെള്ളത്തിൽ കുളിക്കുമ്പോൾ വളരെ ഒരു ആശ്വാസം എല്ലാവർക്കും ലഭിക്കുന്നു. ചൂടൊക്കെയുള്ള അവസ്ഥയിലാണെങ്കിലും തണുപ്പുള്ള അവസ്ഥയിലാണെങ്കിലും ആശ്വാസമാണ് ലഭിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതികൾ എത്ര കണ്ട് മോശമാണെങ്കിലും പണമുള്ളവർക്ക് അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല, അവരെ അതൊന്നും ബാധിക്കുന്നില്ല. ഇതൊക്കെ ബാധിക്കുന്നത് ആരെയാണ്? സാധാരണക്കാരായ ജനങ്ങളെയാണ്. ഇതാണ് ഈ ആശയം. ഇനി രണ്ടാമത്തേത്, പിതാനെ ടൂണ്ടി ലാട്ടിയാം ബൂഠാപ്പേക്ക് ദിഖത്തി നഹി. ഇത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടെ ഹൈക്കുവാണ്. ഈ വരികളില് വാർദ്ധക്യാവസ്ഥയിൽ ഉള്ളവരുടെ ദുരിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആധുനിക കാലത്ത് നമുക്കറിയാം വൃദ്ധരായവരോട് പൊതുവെ യുവജനങ്ങൾക്ക് താല്പര്യക്കുറവാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സാധിക്കുമെങ്കിൽ അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കാനാണ് നോക്കുന്നത്. ഇനി രക്ഷയില്ല, വീട്ടിലാണെങ്കിൽ തന്നെ നന്നായിട്ട് അവരെ ശ്രദ്ധിക്കാറില്ല, അവർക്ക് വേണ്ട പിന്തുണകൾ കൊടുക്കാറില്ല. ഭക്ഷണമൊക്കെ കൊടുത്താൽ തന്നെ മാനസികമായിട്ടുള്ള പിന്തുണകൾ വളരെ കുറവാണ്. എന്താണ് കവി ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. പിതാനെ ടൂണ്ടി ലാഠിയാ ബൂഠാപ്പേക്ക് ദിഖത്തി നഹി.
ടൂണ്ടിര എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നാണ്. ലാട്ടിയാം വടി, ബുഢാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, ദിഖന എന്ന് പറഞ്ഞാൽ കാണപ്പെടുക. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് അച്ഛൻ അന്വേഷിച്ചു. എന്താ അന്വേഷിച്ചത്? ലാട്ടിയാം ബൂട്ടാപ്പയ്ക്ക് വാർദ്ധക്യാവസ്ഥയിൽ സഹായമായിട്ട് ഊന്നുവടിയാണ് അച്ഛൻ അന്വേഷിച്ചത്. ദിഖത്തിനഹി, പക്ഷെ ഒരിടത്തും അത് കണ്ടില്ല. ഇവിടെ എന്താണ് വാർദ്ധക്യാവസ്ഥയിൽ ഊന്നുവടി, വാർദ്ധക്യാവസ്ഥയിൽ അന്വേഷിക്കുന്ന ഊന്നുവടി എന്നതുകൊണ്ട് ഇവിടുത്തെ അർത്ഥം എന്താണ്? अर्थ यही है कि पिता अपने बूटापे का सहारा ढूंढ रहे हैं. അച്ഛൻ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ ഒരു സഹായമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ലേക്കിൻ ഉനെ കോയി ഐസ സഹാര നഹി മിൽ രഹാ ഹെ. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സഹായം ഒരിടത്തു നിന്നും കിട്ടുന്നില്ല. യഹം ലാട്ടിയാം ബൂട്ടാപ്പേക്ക് ക മതലബ് കേവൽ ശാരീരിക് ലാട്ടി നഹി ഹെ. ഇവിടെ ലാട്ടിയാം ബൂട്ടാപ്പേക്ക് എന്ന് പറയുന്നത് നമ്മൾ വയസ്സ് ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്ന, നടക്കുന്നതിന് വേണ്ടി ഊന്നുവടിയായിട്ട് ഉപയോഗിക്കുന്ന ആ വടിയെ അല്ല ഇവിടെ, അല്ലെങ്കിൽ ആ വടിയെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബൽക്കി യഹ് സന്താൻ സഹാര യാ കോയി മസ്ബൂത്ത് അവലംബക പ്രതീക് ഹേ. ഇത് വാർദ്ധക്യത്തിൽ തങ്ങൾക്ക് തുണയായി നിൽക്കുന്ന മക്കളെയോ അല്ലെങ്കിൽ കൂട്ടായി നിൽക്കുന്ന മറ്റ് സഹായികളെയോ ഒന്നുമല്ലെങ്കിൽ അവർക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വീട്ടുകാരെയോ നാട്ടുകാരെയോ ഒക്കെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. ഈ സഹായം എന്ന് പറയുന്നത് വെറുതെ അവർക്ക് ശാരീരികമായിട്ട് കിട്ടുന്ന ഒരു സഹായം മാത്രമല്ല, പിന്നെയോ അവരോട് വളരെ വൈകാരികമായ ഒരു അടുപ്പം സൂക്ഷിക്കുന്ന ഒരു സഹായം, അവരുടെ ആവശ്യ നേരത്ത് അവരെ മാനസികമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു സഹായം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വീടുകളിൽ വയസ്സ് ചെല്ലുന്നവർക്ക് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് വളരെ കുറവാണ് ലഭിക്കുന്നത്, അല്ലെ? അവരെ എങ്ങനെയെങ്കിലും പുറന്തള്ളാനായിട്ടാണ് നോക്കുന്നത്. അവരെപ്പോഴും ഏകാന്തതയും അവഗണനയും ഒക്കെ അനുഭവിച്ച് കഴിയേണ്ടി വരാറുണ്ട്. ഒരു സ്നേഹത്തിന്റെ ഒരു ഊഷ്മളതയൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഈ ഒരു കാര്യമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കിത് പഠിക്കാൻ തന്നിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? കുട്ടികളായ നിങ്ങൾ വളർന്നു വരുമ്പോൾ വൃദ്ധരായ ആൾക്കാരെ ആദരിക്കേണ്ടതിന്റെ, ശുശ്രൂഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി പഠിച്ചു വരുന്നതിന് വേണ്ടിയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് കേൾക്കുന്നത്, അല്ലേ? നമ്മളും വയസ്സ് ചെല്ലാനുള്ളവരാണ്. അപ്പോൾ നമ്മൾ എന്ത് മാതൃകയാണോ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത്, അതാണ് അടുത്ത തലമുറ പകർത്തുന്നത്. അതുകൊണ്ട് വാർദ്ധക്യത്തില് സഹായം ആവശ്യമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളെ തീർച്ചയായും നമ്മൾ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്നാണ് ഇതിന്റെ ആശയം. ഇനി മൂന്നാമത്തെ കവിത, ബർഫീലി ടൂണ്ടത്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. കമല നിക്കുറുപ്പായുടെ ഹൈക്കുവാണ്. ടൂണ്ടിര എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, നമ്മൾ മുകളിലത്തെ കവിതയിൽ കണ്ടായിരുന്നു. ബർഫീലി നഗരി എന്ന് പറഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞ നഗരം എന്നാണ്. നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ആഞ്ച് എന്ന് പറഞ്ഞാൽ തീയ്. ഇവിടെ പറയുന്നത് എന്താണ്? ടൂണ്ടത്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. മഞ്ഞ് നിറഞ്ഞ നഗരത്തിൽ സ്നേഹത്തിന്റെ തീയ് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇതാരെ സൂചിപ്പിക്കുന്നതാണ്? സമൂഹത്തില് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ ഉള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മഞ്ഞ് നിറഞ്ഞ നഗരത്തില് സ്നേഹത്തിന്റെ ഒരു ചെറിയ ചൂട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കത് കിട്ടുന്നില്ല. ബർഫീലി നഗരി എന്ന് പറഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞ നഗരം എന്നത് വാക്കാലുള്ള അർത്ഥമല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്നേഹം അല്ലെങ്കിൽ സ്വന്തമാണെന്നുള്ള തോന്നൽ അല്ലെങ്കിൽ മാനവീയ സംവേദനകളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയ്ക്കാണ്. ദയ, കരുണ, അങ്ങനെയുള്ള സഹാനുഭൂതി, ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ബർഫീലി നഗരി എന്ന വാക്കുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. മഞ്ഞുറഞ്ഞ നഗരം, മഞ്ഞെന്ന് പറയുമ്പോൾ കട്ടിയായ വസ്തുവാണല്ലേ, അത് അലിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ടച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ദ്രാവകമായി കുടിക്കാനുള്ള ദ്രാവകമായി മാറുകയുള്ളൂ. മഞ്ഞിന്റെ അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ മഞ്ഞുറഞ്ഞ നഗരം എന്ന് പറഞ്ഞാൽ മഞ്ഞിനെ പോലെ കട്ടിയായ മനസ്ഥിതി ഉള്ളവര്, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്നേഹം, ദയ, കരുണ ഒന്നും പ്രകടിപ്പിക്കാത്തവര്. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഒറ്റപ്പെടുന്നവരെ എപ്പോഴും എന്താ പ്രതീക്ഷിക്കുന്നത്? അവരവരുടെ ഒറ്റപ്പെടലിൽ എപ്പോഴും ആരെങ്കിലും അവരോട് ഒരു അല്പ സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? നേഹിക്ക് ആഞ്ച്, നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ്, ആഞ്ച് എന്ന് പറഞ്ഞാൽ തീയ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഊഷ്മളത്വം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നേഹിക്ക് ആഞ്ച് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു ഊഷ്മളത്വം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ നേഹ് കാ മതലബ് പ്രേം യാ സ്നേഹ് യാ ലഗാവ് ഹേ. ലഗാവ് എന്ന് പറഞ്ഞാൽ അടുപ്പം എന്നാണ്. ആഞ്ച് കാ അർത്ഥ ഹേ ഗർമി യാ ഗർമാഹട്ട്. ആഞ്ച് അല്ലെങ്കിൽ തീ എന്ന് പറഞ്ഞാൽ ചൂടിനെയാണ്, അല്ലെങ്കിൽ ഊഷ്മളത. ഇവിടുത്തെ അർത്ഥം ഊഷ്മളത എന്നാണ്. ഊഷ്മളതയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് ഈ വരികളുടെ അർത്ഥം എന്താണ്? യഹ് ഗഹരി उस गहरी लालसा और निराशा को व्यक्त करती है जब कोई व्यक्ति ऐसे माहौल में प्रेम और भावनात्मक सहारे की तलाश करता है जहां उसकी उम्मीदें पूरी होने की संभावന बहुत कम हो. മലയാളത്തിൽ ആശയം പറയുകയാണെങ്കിൽ, പ്രതീക്ഷകൾ കുറവായ അന്തരീക്ഷത്തിൽ ഒരു വ്യക്തി യഥാർത്ഥ സ്നേഹവും വൈകാരിക പിന്തുണയും തേടുമ്പോൾ ഉണ്ടാകുന്ന ആഴത്തിലുള്ള ആഗ്രഹത്തെയും നിരാശയെയുമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. പ്രിയ കുട്ടികളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകളുമായി അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.